കോഴിക്കോട്ടെ CPM-ൽ കോഴയാരോപണം. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPM നേതാവ് കോഴ വാങ്ങിയെന്ന് പാർട്ടിക്ക് പരാതി ലഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിലെ യുവജന നേതാവും ഏരിയ സെന്റർ അംഗവുമായ നേതാവിനെതിരെയാണ് പരാതി. 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ട ശേഷം ആദ്യപടിയായി 22 ലക്ഷം രൂപ കൈപ്പറ്റി. മന്ത്രി മുഹമ്മദ് റിയാസ് വഴി PSC അംഗത്വം ശരിയാക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് കോഴ വാങ്ങിയത്. PSC അംഗത്വം ലഭിക്കാതെ വന്നപ്പോഴാണ് പാർട്ടിക്ക് പരാതി നൽകിയത്. സാമ്പത്തിക ഇടപാട് ഉറപ്പിക്കുന്ന ശബ്ദ സന്ദേശവും പാർട്ടിക്ക് കൈമാറിയതായി സൂചനയുണ്ട്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകാൻ ഉള്ളത്. ശ്രീജിത്ത്, ഇപ്പോൾ ഗുരുതരമായ ആരോപണമാണ് പാർട്ടിയിലെ യുവ നേതാവിനെതിരെ വന്നിരിക്കുന്നത്. തെളിവുകൾ സഹിതമാണോ പാർട്ടിക്ക് പരാതി ലഭിച്ചിരിക്കുന്നത്? സ്മൃതി, ആദ്യം കോട്ടുളി ലോക്കൽ കമ്മിറ്റിയാണ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് പാർട്ടിയുടെ ഏരിയ സെൻട്രൽ പ്രവർത്തിക്കുന്ന യുവജന നേതാവ് ഒരു ഡോക്ടറിൽ നിന്ന് അദ്ദേഹത്തെ PSC അംഗമാക്കാമെന്ന് ഉറപ്പ് നൽകി. ആദ്യം 60 ലക്ഷം രൂപയ്ക്ക് ഇടപാട് ഉറപ്പിച്ചു. ആദ്യപടിയായി 22 ലക്ഷം രൂപ കൈപ്പറ്റി. ഈ കൈപ്പറ്റിയ പണം കൈപ്പറ്റിയെങ്കിലും ഈ PSC അംഗത്വം നൽകുന്ന നടപടിയൊന്നുമായില്ല. മന്ത്രി മുഹമ്മദ് റിയാസിന് വഴി PSC അംഗത്വം നേടിക്കൊടുക്കുമെന്നായിരുന്നു ഡോക്ടർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. ഡോക്ടറുടേതും ഒരു പാർട്ടി കുടുംബമാണ്. പാർട്ടിയുമായി ബന്ധമുള്ള പാർട്ടിയുടെ ഒരു അഭ്യുദ്ധകാംക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കളും അത് വിശ്വസിച്ചു. ഈ യുവജന നേതാവ് ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെയും മറ്റും നേതാവായിരുന്ന കാലത്തും ഇപ്പോൾ ഏരിയ സെൻട്രൽ പ്രവർത്തിക്കുന്ന കാലത്തും മന്ത്രി റിയാസിൻ്റെ ഒരു അടുപ്പക്കാരനായി നടക്കുന്ന ആളാണ്. ഈ ഒരു ഉറപ്പിലാണ് ആദ്യപടിയായി 22 ലക്ഷം രൂപ കൊടുത്തത്. മൊത്തം 60 ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു PSC അംഗത്വത്തിന് നൽകണമെന്നായിരുന്നു ഈ ഇവർ തമ്മിലുള്ള ഇടപാട്. എന്നാൽ 22 ലക്ഷം രൂപ കൈപ്പറ്റിയെങ്കിലും PSC അംഗത്വം ലഭിച്ചില്ല. തുടർന്നാണ് ഈ ഡോക്ടറുടെ ഭാര്യ ആദ്യം ഒരു പാർട്ടി നേതാക്കന്മാരോട് ഇത്തരം ഒരു കാര്യം, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞു. ഇതേ തുടർന്ന് കോട്ടുളി ലോക്കൽ കമ്മിറ്റി നേരിട്ട് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്നും ഇക്കാര്യത്തിൽ ഇടപെടലുണ്ടായി. സംസ്ഥാന നേതൃത്വം ഇതേപ്പറ്റി പരാതി ലഭിച്ചു. ഇതിന് സമാന്തരമായി തന്നെ പരാതി വന്നു. തുടർന്ന് ഈ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അടുപ്പക്കാരൻ എന്ന ഒരു ഖ്യാതി കൂടിയുള്ള യുവജന നേതാവായതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം വളരെ ഗൗരവത്തോടെ ഇടപെട്ട് ഈ കാര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു. അങ്ങനെയാണ് പാർട്ടിയുടെ അന്വേഷണം നടന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളും മറ്റും കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കോഴിക്കോട്ടെ പാർട്ടിയിലൊരു വലിയ വിവാദമായി ഇത് മാറുകയാണ്. 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, 22 ലക്ഷം രൂപ കൈപ്പറ്റി. അതായത് PSC അംഗത്വം ഈ രൂപത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പാർട്ടി അനുഭാവി കൂടിയായ, നേരത്തെ പാർട്ടി അംഗത്വം കൂടി ഉണ്ടായിരുന്ന ഡോക്ടർക്ക് ലഭിച്ച വാഗ്ദാനം. ഇതിൽ പാർട്ടിയുടെ അന്വേഷണത്തിന് പിന്നാലെ നടപടി പ്രതീക്ഷിക്കാമോ? അങ്ങനെയെങ്കിൽ എപ്പോൾ നടപടി ഉണ്ടാകും? നേതാക്കൾ ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ? ഈ ആരോപണത്തോട് സത്യമാണ് എന്ന രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ടോ? ഡോക്ടർ നേരത്തെ പാർട്ടി അംഗമായിരുന്നു എന്ന കാര്യം എനിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. എന്നാലും പാർട്ടി അനുഭാവികളുടെ കുടുംബമാണ്, പാർട്ടിയുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണ് ഡോക്ടറുടേത്. ഈ ഡോക്ടറുടെ വീട്ടിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ച തുടർന്നാണ് കോട്ടുളി ലോക്കൽ കമ്മിറ്റി നേരിട്ട് ഈ പരാതി ജില്ലാ കമ്മിറ്റിക്ക് നൽകുന്ന സ്ഥിതി ഉണ്ടായത്. തെളിവെടുപ്പും മറ്റും കാര്യങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ചേരുകയും ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന വിവരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ജില്ലാ കമ്മിറ്റി ചേരുന്ന കാര്യത്തിൽ ജില്ലാ സെക്രട്ടറി P. മോഹൻ സ്ഥിരീകരണം നൽകുന്നില്ല. അത്തരമൊരു കമ്മിറ്റി വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം നൽകുന്ന പ്രതികരണം. എന്തായാലും അദ്ദേഹത്തെ ബന്ധപ്പെടുന്നതിനോടൊക്കെ തന്നെ അത്തരമൊരു പ്രതികരണമാണ് P. മോഹൻ നൽകുന്നത്. എന്തായാലും നടപടിയില്ലാതിരിക്കാൻ ഒരു ന്യായവുമില്ല. മാത്രമല്ല, മന്ത്രി റിയാസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾ കൂടി ആയതുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായ നടപടി വേണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ റിയാസിൻ്റെ പ്രതിച്ഛായ കൂടി കരുതി കർശനമായ നടപടി ഈ യുവ നേതാവിനെതിരെ ഉണ്ടാകും. കോഴിക്കോട് നഗരമേഖലയിലെ ഒരു ഏരിയ കമ്മിറ്റിയുടെ ഏരിയ സെൻറ്റർ അംഗമായി പ്രവർത്തിക്കുന്ന നേതാവാണ് യുവജന നേതാവ്. എന്തായാലും അതുകൊണ്ട് തന്നെ നടപടി വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആഴ്ച തന്നെ നാളെ മുതൽ നടക്കുന്ന പാർട്ടിയുടെ കമ്മിറ്റികൾ ഒരുപക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ചില ആരോപണങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്നത്. കോഴിക്കോട് ഒരു യുവജന നേതാവാണ്, ഏരിയ സെൻറ്റർ അംഗമാണ്. ഈ അംഗം 60 ലക്ഷം രൂപ ഒരു ഡോക്ടറിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ആദ്യപടിയായി 22 ലക്ഷം ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. PSC അംഗത്വമായിരുന്നു വാഗ്ദാനം ചെയ്തത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് 60 ലക്ഷം ചോദിക്കുകയാണ്. അതിൽ 22 ലക്ഷം അയാൾ കൈപ്പറ്റുകയും ചെയ്തു. അതിനുശേഷവും PSC അംഗത്വം ലഭിക്കാതിനെ തുടർന്നാണ് ഡോക്ടർ പാർട്ടിയിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. CPM അനുഭാവികളായ കുടുംബമാണ് ഈ ഡോക്ടറുടേത്. അങ്ങനെ പാർട്ടിയെ തന്നെ ഈ കാര്യം അറിയിക്കുകയായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അടുത്തയാളാണ് ഈ യുവ നേതാവ്. അപ്പോൾ മുഹമ്മദ് റിയാസ് വഴി തന്നെ PSC അംഗത്വം ശരിയാക്കാമെന്നായിരുന്നു ഇയാൾ ഉറപ്പ് നൽകിയത്. അങ്ങനെയാണ് ഈ കോഴ വാങ്ങുകയും ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത് ഒന്നുകൂടി, ശ്രീജിത്ത്, ഇപ്പോൾ ഈ
യുവനേതാവ് കോഴ വാങ്ങിയെന്നത് മാത്രമല്ല, യുവനേതാവ് ഈ കോഴ വാങ്ങുന്നത് മുഹമ്മദ് റിയാസ് വഴി മന്ത്രി മുഹമ്മദ് റിയാസ് വഴി PSC അംഗത്വം ലഭ്യമാക്കാം എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ്. മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത ആളുകൂടിയാണ് ഇപ്പോൾ ഈ കോഴ വാങ്ങിയ യുവജന നേതാവ്. അപ്പോൾ റിയാസിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ തേടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാണ് ഈ പണം വാങ്ങിയത് എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇതിൻ്റെ തെളിവായിട്ടുള്ള ശബ്ദ സന്ദേശവും മറ്റും പാർട്ടി നേതൃത്വം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും മുഹമ്മദ് റിയാസിനും ഇതേപ്പറ്റി അറിവുണ്ട്. കാരണം തൻ്റെ പേര് ഉപയോഗിച്ച് തൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് ഇങ്ങനെ ഒരു പണമിടപാട് നടത്തിയിട്ടുണ്ട്, ഒരു കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തെപ്പറ്റി റിയാസിനും അറിവുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിയാസും കർശനമായ ഒരു നടപടി ഇക്കാര്യത്തിൽ വേണമെന്ന് പാർട്ടി നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. അദ്ദേഹം മന്ത്രി മാത്രമല്ല, CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയതിനെ അദ്ദേഹവും ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. റിയാസിൻ്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ കോഴിക്കോട്ടും മറ്റുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. റിയാസിനും ഈ കാര്യത്തെപ്പറ്റി അറിവുണ്ട്. കാരണം ഈ പരാതി റിയാസിൻ്റെ മുമ്പിലേക്കും എത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസിൻ്റെയും മറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഇക്കാര്യത്തിൽ സർക്കാരിന് മുന്നിലുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വം കൂടി ഇടപെട്ട് ജില്ലാ നേതൃത്വത്തിന് ഈ കോഴ ആരോപണത്തെപ്പറ്റി ഒരു ശക്തമായ നടപടിയെടുക്കണമെന്ന് പറയുന്നത്. മാത്രമല്ല കോഴ ആരോപണത്തിന് തെളിവായി ഈ ഫോൺ സന്ദേശങ്ങളും ഫോൺ ശബ്ദ സന്ദേശങ്ങളും മറ്റുമുണ്ട്. അത് ഒരു തെളിവായി തന്നെ പാർട്ടിക്ക് മുന്നിലുണ്ട്. ഈ കാര്യത്തിൽ അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ അന്വേഷണവും തെളിവെടുപ്പും മറ്റും നടന്നത്. 2 ദിവസം മുമ്പാണ് കോഴിക്കോട്ട് ഈ കാര്യത്തിൽ തെളിവെടുപ്പ് നടന്നതെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ തെളിവെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി ഉണ്ടാകും. റിയാസുമായിട്ടുള്ള ഈ നേതാവിൻ്റെ ബന്ധം അതുതന്നെയാണ് ഈ പണമിടപാടിന് പണം നൽകാൻ ഈ ഡോക്ടറെയും കുടുംബത്തെയും പ്രേരിപ്പിച്ചത്. കാരണം റിയാസിൻ്റെ ഉറ്റ അനുയായിയായി കോഴിക്കോട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും നടക്കുന്ന ആളാണ് ഈ ഏരിയ സെൻറ്റർ നേതാവായ ആൾ. അദ്ദേഹം കോട്ടുള്ളി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഏരിയ സെൻറ്റർ കേന്ദ്രത്തിൽ വെച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ റിയാസുമായിട്ടുള്ള ഈ അടുത്ത ബന്ധത്തെപ്പറ്റി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അത് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുമെന്ന തരത്തിൽ അവർ കരുതിയിരുന്നുമില്ല. എന്നാൽ അങ്ങനെ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് PSC അംഗമാകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ 60 ലക്ഷത്തിന് ഇടപാട് ഉറപ്പിക്കുകയും ആദ്യപടിയായി 22 ലക്ഷം രൂപ നൽകുകയും ചെയ്തത്. റിയാസ്, ഏതായാലും അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ. P. മോഹനെ നമ്മൾ വിളിച്ചിരുന്നു ഈ വാർത്തയോട് പ്രതികരിക്കാൻ. അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏതായാലും തെളിവെടുപ്പും അന്വേഷണവും പാർട്ടി ഒരു വശത്ത് തുടങ്ങുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ പാർട്ടി തെറ്റിദ്ധരുത്തൽ നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ PSC അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ യുവജന നേതാവ് തന്നെ കോഴ വാങ്ങിയ വാർത്ത പുറത്തു വരുന്നു. പത്തനംതിട്ടയിൽ നിന്നാകട്ടെ RSSലുണ്ടായിരുന്ന കാപ്പ പ്രതിയെ പാർട്ടിയിലേക്ക് എടുക്കുന്നു. അതിനെ ന്യായീകരിക്കുന്നു. ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഇതിപ്പോൾ പാർട്ടി തെറ്റിദ്ധരുത്തൽ ഒരു വശത്ത് നടക്കുമ്പോൾ ഈ രൂപത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് എടുക്കുന്ന സംഭവം ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഇത് വിശദീകരിക്കുന്നത് പാർട്ടി? സ്മൃതി, PSC അംഗവുമായി ബന്ധപ്പെട്ട CPIM-ൽ നിന്നൊരു കോഴ ആരോപണം ഉയരുന്നത് സമീപകാലത്ത് ഇതാദ്യമാണ്. എന്നാൽ ഘടകകക്ഷി വകുപ്പുകളിൽ നിന്ന് PSC അംഗത്വത്തിന് കോഴ വാങ്ങി എന്നുള്ള ആക്ഷേപം ഈ സർക്കാരിൻ്റെ കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ NCPയുടെ PSC അംഗത്വവുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപങ്ങളുണ്ടായത്. മന്ത്രി AK ശശീന്ദ്രൻ്റെ സ്റ്റാഫ് അംഗമായിരുന്ന ഒരു ആൾ PSC അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് PC ചാക്കോയ്ക്ക് വേണ്ടി പണം പിരിച്ചു എന്ന ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ആദ്യ കാര്യം. മറ്റൊരു ഘടകകക്ഷി മന്ത്രിക്കെതിരെയും സമാനമായ PSC അംഗത്വവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും CPIM-യുമായി ബന്ധപ്പെട്ട് PSC അംഗത്വത്തിന് പണം വാങ്ങി എന്നുള്ള ആരോപണം വരുന്നത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ആരോപണമായി ഇത് വരികയാണ്. കാരണം എല്ലാ അഴിമതിയും അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥലത്തിൽ മാത്രമാണ് അഴിമതി അല്പമെങ്കിലും നിലനിൽക്കുന്നത്. ബാക്കി ഭരണനേതൃത്വത്തിലെ അഴിമതി എല്ലാം ഉച്ചാടനം ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട യുവജന നേതാവ് തന്നെ PSC അംഗത്വത്തിന് പണം വാങ്ങി അതിനുള്ള ഇടപെടൽ നടത്തിയെന്ന് പറയുമ്പോൾ ഈ PSC അംഗത്വത്തിന് നൽകാൻ വേണ്ടി ഇത്തരത്തിലുള്ള കച്ചവട രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൂടി ശക്തമാവുകയാണ്. എന്തായാലും CPI-യുമായി ബന്ധപ്പെട്ട് സാധാരണ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരാറുള്ളതല്ല. PSC അംഗത്വമൊക്കെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം മറ്റും തേടി ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ്. എന്നാൽ ഇത്തവണ ഇത്തരത്തിലൊരു ആക്ഷേപം ഉയരുന്നത് പാർട്ടിയെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സ്മൃതി സൂചിപ്പിച്ച പോലെ പത്തനംതിട്ടയിൽ ഈ കാപ്പ
ഉളുപ്പ കേസിൽ ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട നേതാവ് RSSന്റെ പ്രവർത്തകനെയാണ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ പാർട്ടിയിൽ കൊണ്ടുവരുന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അടക്കം പങ്കെടുക്കുന്നു. എന്നാൽ തെറ്റുതിരുത്തി വരികയാണ്. തെറ്റുതിരുത്തി വരുന്നവരെ എന്തിന് തിരിച്ചയക്കണം എന്നുള്ള ഒരു ന്യായീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വം നടത്തുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർട്ടിയെ ശരിയായ ദിശയിൽ നയിക്കാനുള്ള തീരുമാനം ഒരു വശത്ത് എടുക്കുകയും മറുവശത്ത് ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു കാര്യം. ശരി, ആർ ശ്രീത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CPM-നെ ഉലയ്ക്കുന്ന പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.